ഹലോ, വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലെ അടുത്ത വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാഞ്ഞിട്ടാട്ടോ. അപ്പോൾ അതേ നമ്മൾ ഹൈലൈറ്റ് മാളിൽ സ്നോ വേൾഡിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ശിവയ്ക്ക് അവൾക്കുള്ള ഇതിൽ കയറണം എന്ന് പറഞ്ഞു ഭയങ്കര വാശിയായി. അത് 20 മിനിറ്റിന് 200 രൂപ എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ അവളെ അതിനുള്ളിലാക്കി. ആ സമയം കൊണ്ട് ഏട്ടനവിടെ ഫുൾ ബോഡി മസാജ് ഇല്ലേ, അത് ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളത് ചെയ്തോളൂ, ഞാനത് ഇവിടെ ആക്കിയിട്ട് സെറ്റിലാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കളിക്കാൻ. കുറേ നേരം കഴിഞ്ഞിട്ട് അമ്മ വന്നാൽ മതി, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഓക്കെ, എന്നാൽ നീ ഇവിടെ കളിച്ചോ, ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാണ്. ഫുൾ ബോഡി മസാജാണ്. എങ്ങനെയുണ്ട് രമണ? നല്ല സുഖമുണ്ട്. രമണൻ സുഖിച്ചിരിക്കണോ? വാങ്ങേ. അപ്പോൾ ഏട്ടനവിടെ ഫുൾ ബോഡി മസാജിന് കയറിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊത്തം ഒന്ന് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ടാറ്റു സെൻറ്റർ കണ്ടു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് ടാറ്റു ചെയ്യണമെന്ന്. പിന്നെ ജസ്റ്റ് അവിടെ പോയി എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, സെലക്ട് ചെയ്യാം, ടാറ്റു ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ബട്ടർഫ്ലൈ വേണോ, പൂ വേണോ, സ്റ്റാർ വേണോ, അങ്ങനെ കുറേ ആലോചിച്ചു. പിന്നെ അവസാനം അവർ പറഞ്ഞു തീം ബേസ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ഡാൻസും മ്യൂസിക്കും കൂടെ ഒരു കോമ്പിനേഷനുള്ളൊരു ടാറ്റു ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാറ്റുയുടെ സൈസിനനുസരിച്ചാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് 1500 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നതിൻ്റെ എല്ലാ പേടിയുണ്ട് മനസ്സിൽ. അപ്പോൾ അത് അവർ ഫസ്റ്റ് എൻ്റെ കയ്യിൽ അത് പ്രിൻ്റ് ചെയ്തു, എന്നിട്ടാണ് നീഡിൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് പേടിയാണ്, പണ്ടേ എനിക്ക് ഇഞ്ചക്ഷനും കാര്യങ്ങളും പേടിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു എന്തായിരിക്കും എന്നുള്ളത്, വേദനയാവുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇഷ്ടമാണ് പക്ഷെ ടെൻഷനുമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര പേടിക്കാനൊന്നും ഉണ്ടായില്ല. നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന വേദനയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനെനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായി കേട്ടോ. അവൻ്റെ പേര് അഭിജിത്ത് എന്നാണ്, കടലുണ്ടിയാണ് അവൻ്റെ വീട്. ഏട്ടൻ അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ. പക്ഷെ അപ്പോൾ നമുക്ക് നല്ല മൈൻഡ് ഫ്രീ ആക്കിയിട്ടാണ് ടാറ്റു ചെയ്ത് തരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് പേടിയില്ല, വേദനയില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എനിക്ക് അത്ര വേദനയായില്ല, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നത് അത് മാറിക്കിട്ടി കേട്ടോ. ഞാൻ ആദ്യമേ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ എത്ര ടൈം എടുക്കും എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു 5:30 കഴിഞ്ഞിരുന്നു ഇവിടെ എത്തിയപ്പോൾ, മീൻസ് ഈ ടാറ്റു സെൻറ്ററിൻ്റെ മുമ്പിലെത്തിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസൈൻ അനുസരിച്ചാണ് വരിക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഡിസൈൻ ചെയ്തെടുക്കാൻ ഏകദേശം 1 അവറിൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനും ഫുൾ കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാരണം അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. കാരണം എൻ്റെ 2 ഏട്ടന്മാരും ചെയ്തപ്പോൾ അന്നേ ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ടാറ്റു സെൻറ്റർ കണ്ടപ്പോൾ നീ ചെയ്തോ എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ അത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ഫോം ഇട്ടിട്ട് അതിങ്ങനെ മായ്ച്ച് കളയുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എൻ്റെ ടാറ്റുവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാറ്റു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായോ ഇല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കുക. പിന്നെ അവരുടെ ഒരു ഫോട്ടോ സെഷനും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ അവൻ ക്ലിയറായിട്ട് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമുക്കൊരു ഓയിൻമെൻ്റ് ഉണ്ട്, പിന്നെ ഇത് ഡയറക്റ്റ് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, അധികം നനയ്ക്കാനും പാടില്ല. 14 ദിവസം നമ്മളിത് കെയർ ചെയ്യണം, എന്നാലും ഇതിൻ്റെ ഈ പെർമനൻറ്റ് ടാറ്റു ആണല്ലോ, അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് കിട്ടുള്ളൂ. എന്തൊക്കെ കഴിക്കണം, കഴിക്കേണ്ടാത്തത് എന്തൊക്കെ ഒക്കെ എല്ലാം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ ടാറ്റു ഒക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഇങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് നമ്മൾ DC ബുക്സ് മുമ്പിൽ കണ്ടത് കേട്ടോ. എനിക്ക് വായന കുറച്ച് ഇഷ്ടമാണ്. ഇപ്പം അധികം ടൈം കിട്ടുന്നില്ല, പണ്ട് നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട്. എന്തായാലും കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറി ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് കയറിയത്. ശിവ കയറിയ മുതൽ തന്നെ ഒരു കളറിങ് ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തായിരുന്നു കളറിങ് ബുക്കെങ്കിൽ ഞാൻ കളറിങ് ബുക്കിനേക്കാൾ ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടി ഡ്രോയിങ് ബുക്കാണ് വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവൾക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാൻ അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ, ഏതൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. ഞാനെപ്പോഴും എനിക്ക് DC ബുക്സ് പോകണം എന്നുള്ള നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് സാധിച്ചു. മഞ്ചേരി DC ബുക്സ് ഉണ്ട്, പക്ഷേ ഞാൻ പോയിട്ടില്ല. കോഴിക്കോട് ഉണ്ട്, ഞാൻ പോയിട്ടില്ല. ഹൈലൈറ്റ് മോളിലല്ലാതെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ KR മീരയുടെ ഇഷ്ടം പോലെ ബുക്സ്, മീൻസ് ആരാച്ചാറ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം 500 സംതിങ് എങ്ങാണ്ടോ ഉണ്ട് ബുക്കിന് വില. അപ്പോൾ ഞാനത് പിന്നീട് വാങ്ങിക്കാൻ കരുതി. അപ്പോൾ KR മീരയുടെ തന്നെ ഗബർ എന്നുള്ളൊരു നോവല് ഞാൻ എടുത്തു കേട്ടോ. അന്ന് അങ്ങനെ അതും സെലക്ട് ചെയ്തു. പിന്നെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി മോളിൻ്റെ പല സൈഡിലും ഇതേപോലെ ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റെയിൻഡിയറും സാൻഡയും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ശരിക്കൊക്കെ ഇതൊരു കൗതുകമാണ്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, കാണുന്നത് കുറവാണ്. നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തുള്ള അവിടെ ഒന്നും ഇത്ര ആഘോഷമില്ലല്ലോ, പാണ്ടിക്കാട് ചുറ്റുഭാഗത്തൊന്നും. അങ്ങനെ അതും കഴിഞ്ഞ് KFC കയറണമെന്ന് പറഞ്ഞു അച്ഛനും മോക്കും. അങ്ങനെ അവൾക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞു. ഏട്ടൻ അവിടുത്തെ സ്പൈസി സ്ട്രൈപ്സാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഈ വക സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ബ്രോസ്റ്റ് പൊതുവേ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പീസ് ഓട്സോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കുന്നേ ഉള്ളൂ. അച്ഛനും മോളും അത് ഓർഡർ ചെയ്തു. എനിക്ക് KFC ഇവിടെ മലപ്പുറത്ത് എവിടെ അവൈലബിൾ ഇല്ല. അപ്പോൾ ആ ഒരാഗ്രഹം അങ്ങനെ തീർത്തു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വന്നു. മോക്ക് ബർഗറാണ് വന്നത്. പിന്നെ അവൾ ബർഗർ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. അതൊക്കെ നമുക്ക് കഴിക്കാൻ തരും കേട്ടോ. അത് അങ്ങനെ ഒരു ടൈപ്പാണ്. പിന്നെ ഈ കൊക്കക്കോള പെപ്സി അല്ല എന്താ പറയുന്നത്, 7up ആണ്. ആ 7upന് എത്ര രൂപ? 2 ഗ്ലാസ്സിന് 150 രൂപയാണ് കേട്ടോ. ആ 2 ഗ്ലാസ് 7upന് ഞാൻ അന്ന് വിട്ടുപോയി. നമ്മൾ പുറത്തുനിന്ന് ഒരു ബോട്ടിൽ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇത്ര വില വരില്ല. എന്തായാലും വന്നതല്ലേ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവിടുത്തെ കഴിക്കലും കഴിഞ്ഞ് നമ്മളത് ഏകദേശം ഇനി നമ്മൾ ഹൈലൈറ്റ് മോളിനോട് ബൈ പറയാനുള്ള ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം 7 മണി 7:30 കഴിഞ്ഞു കേട്ടോ. നമുക്ക് വീട്ടിലെത്തണം. അത്രയും ദൂരം നമുക്ക് തിരിച്ച് പോകാനുള്ളതാണ്. ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് പാണ്ടിക്കാട്ടേക്ക് പോകലുണ്ടാവില്ല. എന്തായാലും നമ്മൾ ഭയങ്കര സ്റ്റേ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ശിവയുടേത് കഴിഞ്ഞിട്ടില്ല. ശിവയുടേത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഒക്കെ ഏകദേശം വയറ് നിറഞ്ഞു. അത് മുഴുവനും കൂടിയൊക്കെ കഴിക്കാൻ വയ്യ. അപ്പോൾ ഹൈലൈറ്റ് മാളിലെ തെണ്ടലും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ തന്നെ സമയം എത്രയായി? 7:30 കഴിഞ്ഞു. ഇനി പോകുമ്പോൾ നല്ല തണുപ്പ്. ഇല്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് സമയം 7:45 നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സമയം പോണതോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല. പുറത്തിറങ്ങിയാൽ ഇരുട്ടായി മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിനി പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായവർ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ പറയൂ. ബൈ.